ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കുക. അതായത് ഇസ്രയേൽ നിലവിൽ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും കൺട്രോള് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതിനിടയിൽ അവരിപ്പോൾ ലെബനനിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിലൂടെ ആത്യന്തികമായിട്ട് അവർ ലക്ഷ്യമിടുന്നത് ലെബനന്റെ ഭാഗങ്ങൾ കൂടി ഇവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കുക, അല്ലെങ്കിൽ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നതാണ്. ഒരു രാജ്യത്തെ ജനങ്ങളെ പെട്ടെന്നൊരു ദിവസം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഒരു യുദ്ധത്തിലൂടെ അല്ലെങ്കിൽ സൈനിക നീക്കത്തിലൂടെ ലബനൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്രയേലിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അഥവാ അവരുടെ സൈന്യത്തിനും ഇവരുടെ ഗവൺമെന്റിനും ഇടപെടാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിലൂടെ ഇസ്രയേലിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. രാജ്യത്തിന്റെ വലുപ്പം കൂട്ടാൻ പറ്റുക എന്നത് മാത്രമല്ല, മെഡിറ്ററേനിയൻ കടലിൽ ആധിപത്യം ഉറപ്പിക്കാനും ഇസ്രയേലിന് സാധിക്കുന്നു. സത്യത്തിൽ ഈ ഇസ്രയേലിന്റെ ഈ നീക്കങ്ങളെ എന്തുകൊണ്ടാണ് മൗനമായിട്ട്, അതായത് ഒളിഞ്ഞിരുന്നു കൊണ്ട് യൂറോപ്പ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ മിഡിൽ ഈസ്റ്റിനും യൂറോപ്പിനും ഇടയിൽ ഒരു സംരക്ഷകനായിട്ട് ഇസ്രയേൽ നിലനിൽക്കും എന്നുള്ളത് കൊണ്ടാണ്. ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇസ്രയേലിന് സാധിക്കുന്നു എന്നതുകൊണ്ടാണ്. അതായത് ഈ മെഡിറ്ററേനിയൻ സീ ഏത് ഘട്ടത്തിലും സിറിയയിലും അല്ലെങ്കിൽ ഈ പറയുന്ന ലബനനിലുമൊക്കെ ഉള്ള ഗ്രൂപ്പുകൾ കൺട്രോൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കടലാണ്. മെഡിറ്ററേനിയൻ കടലിനപ്പുറം യൂറോപ്യൻ രാജ്യങ്ങളാണ്. അതായത് ഒരു വശത്ത് യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പുറത്തെ ഭാഗത്ത് ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഒക്കെയാണ് അതിർത്തി പങ്കിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇവിടെ സത്യം പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകളെ മെഡിറ്ററേനിയൻ കടൽ തീരങ്ങളിൽ നിന്ന് അകറ്റുന്ന ഒരു നീക്കമാണ് നടത്തുന്നത്. ഗാസയിൽ ഇവര് പിടിമുറുക്കിയതിലൂടെ ലക്ഷ്യമിട്ടത് അതായിരുന്നു. കാരണം ഗാസയ്ക്ക് ഒരുപാട് തീരപ്രദേശങ്ങളുണ്ട്. സോ അത് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതിലൂടെ ഇവർ ആ പ്രദേശങ്ങളിൽ അവരുടെ ആധിപത്യമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിനെ അവർ ആദ്യം എന്ത് ചെയ്തു, ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് അവർ നിയന്ത്രിച്ചങ്ങ് നിർത്തിയിരുന്നത്. ചെറിയ രീതിയിൽ മാത്രം അവിടെ ഇൻവോൾവ് ആയിട്ട് നിന്നു. പക്ഷെ അവർക്ക് അവിടെ സ്വാധീനമുണ്ടായിരുന്നു. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് അവരൊന്നും മിണ്ടുന്നില്ല. 2 സ്റ്റേറ്റ് സൊല്യൂഷനെ കുറിച്ച് അവരൊന്നും പറയുന്നില്ല. വെസ്റ്റ് ബാങ്കിനെ ഓൾമോസ്റ്റ് അവർ കൺട്രോൾ ചെയ്യുകയാണ്. അതുപോലെ അടുത്തവർ ലബനനിലേക്ക് പോകുന്നു. അവിടെ കുറെ പ്രദേശങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ നിർത്തുന്നു. പതിയെ പതിയെ ലബനൻ ഈ കാണുന്നത് പോലെ തന്നെ ആ ഒരു പ്രദേശം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഭൂപ്രദേശമുള്ള ഒരു മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ജനങ്ങൾ സ്വാഭാവികമായിട്ട് ജൂതന്മാരുടെ ഭരണം ആഗ്രഹിക്കാത്തവർ എന്ത് ചെയ്യും, മറ്റു പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യും. അല്ലെങ്കിൽ ഇസ്രായേൽ തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. ജോർദാനും സൗദി അറേബ്യയും ഒക്കെ ഇതിനകത്ത് എതിർപ്പ് കാണിക്കുന്ന ഒറ്റ കാരണമേ ഉള്ളൂ, ഇവിടെയുള്ള ജനങ്ങൾ ഈ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുമോ എന്നുള്ള ഭീതി കൊണ്ട്. മറിച്ച് സിറിയയിലേക്ക് അവർ പലായനം ചെയ്യുമെന്ന് ഒരു ഉറപ്പ് ഇസ്രായേൽ കൊടുത്താൽ ജോർദാൻ അടക്കം മിണ്ടാതിരുന്നു കൊടുക്കും. ഇപ്പോൾ ഇവര് ഇസ്രായേൽ പ്ലാൻ ചെയ്ത് എന്താണ്, ലെബനനിൽ കടന്നു കയറുക, എന്നിട്ട് അവിടെയുള്ള ജനങ്ങളെ പതിയെ എന്ത് ചെയ്യുക, സിറിയയിലേക്ക് തുരത്തുക. പതിയെ പതിയെ മാത്രമാണ് ഇസ്രായേൽ ഇത് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യുമെന്നറിയോ, സിറിയയ്ക്ക് ഈ നമ്മുടെ മെഡിറ്ററേനിയൻ സീയിലേക്ക് കുറച്ച് തീരങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലേക്ക് കൂടി എന്ത് ചെയ്യും, ഇസ്രായേൽ കടന്നുകൂടും. അങ്ങനെ ഇസ്രായേൽ അവരുടെ ലാൻഡിന്റെ വിസ്തൃതി പതിയെ പതിയെ സ്റ്റെപ്പായിട്ടാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവരുടെ രാജ്യത്തുള്ള മറ്റു വിഭാഗക്കാര് മെജോറിറ്റി മുസ്ലിംസ് ആണ്. ഇവരെന്ത് ചെയ്യാണ്, അവരുടെ പ്രദേശങ്ങളിൽ നിന്ന് തുരത്തിക്കൊണ്ടിരിക്കുകയാണ്. സിറിയയിലേക്കും അല്ലെങ്കിൽ ജോർദാനിലേക്കും അങ്ങനെ പലയിടങ്ങളിലേക്കായിട്ട് ഈ മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിറിയയ്ക്ക് തീരങ്ങളുണ്ട്. സിറിയയുടെ തീരങ്ങൾ കൂടി, മെഡിറ്ററേനിയൻ കടലിലുള്ള സിറിയയുടെ തീരങ്ങൾ കൂടി കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റെ അതിർത്തി അങ്ങ് തുർക്കി വരെ പോകും. എന്നെങ്കിലും ഒരു കാലത്ത് തുർക്കി ഇസ്രായേലിനെതിരെ തിരിയുകയാണെങ്കിൽ, തുർക്കിയുമായിട്ടൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേൽ തീർച്ചയായിട്ടും തുർക്കിയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളായിരിക്കും കൈയടക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ, അതായത് മെഡിറ്ററേനിയൻ തീരപ്രദേശങ്ങൾ, സിറിയ വരെയുള്ള പ്രദേശങ്ങൾ ഇവർ എന്ത് ചെയ്യാണ്, പിടിച്ചെടുക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണുന്ന തുർക്കിയാണ്. തുർക്കി ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായ എന്ത് ചെയ്യും, യൂറോപ്പുമായിട്ട് ചേർന്ന് കിടക്കുന്ന തുർക്കിയുടെ ഭാഗങ്ങളായിരിക്കും ഇസ്രായേൽ കൈപ്പിടിയിൽ ഒതുക്കുക. അതിലൂടെ ഈ ഭാഗത്തെ കടലിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഇസ്രായേലിന് വന്നു ചേരും. ഇസ്രായേലിന് നേരിട്ട് യൂറോപ്പുമായിട്ട് കരമാർഗം കൂടി എന്ത് ചെയ്യും, ഒരു അതിർത്തി അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയത്ത് തുർക്കിക്ക് എന്ത് സംഭവിക്കും, തുർക്കി സ്വാഭാവികമായിട്ടും ഈ ഭാഗത്തേക്ക്, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുടെ ഭാഗത്തിലേക്ക് ഒതുക്കപ്പെടുകയും ചെയ്യും. ഇത് ഒരു വലിയ മിഷന്റെ ഭാഗമാണ്. ദീർഘകാലത്തെ പദ്ധതിയാണ് ഇസ്രായേലിന് ഇതിന്റെ പിന്നിലുള്ളത്. ഇപ്പോ പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരായിട്ട് രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ ഇസ്രായേൽ ആരെയും കൂസുന്നില്ല. ഇവിടെ ഇസ്രായേൽ മെഡിറ്ററേനിയൻ കടൽ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറയുന്നതിന് കൃത്യമായിട്ടും നമുക്ക് ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ഇതിലൂടെ സിറിയ ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറും. കടൽ തീരങ്ങളില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ട്രേഡ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പേർഷ്യൻ ഗൾഫ് ആ ഒരു റീജിയണിലൂടെ വേണ്ടിവരും, അതല്ലെന്നുണ്ടെങ്കിൽ റെഡ് സീയിലൂടെ വേണ്ടിവരും.
അതല്ലെങ്കിൽ ഇസ്രയേലിന്റെ ദയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരും. സോ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ലെബനൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ഇസ്ലാമിക രാജ്യമല്ല എന്നുള്ളതും ഇസ്രയേലിന് ഗുണം ചെയ്യും. അവിടെയുള്ള ക്രിസ്ത്യൻ വിഭാഗക്കാര് തീർച്ചയായിട്ടും ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അവിടെയുള്ള പോപ്പുലേഷനിൽ ഒരു വലിയ വിഭാഗം അവിടെ തുടരുകയും ബാക്കി വരുന്ന സ്വാഭാവികമായി ഇസ്ലാം മതത്തിൽപ്പെട്ടവരായിരിക്കും ഇസ്രയേലുമായിട്ട് പ്രശ്നം ഉണ്ടാവുക. അവര് മറ്റു റീജിയൻസിലേക്ക് പലായനം ചെയ്യേണ്ടതായിട്ടും വരും. ഒരു വലിയ പദ്ധതിയാണ്. ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലെബനൻ ഇസ്രായേൽ കൺട്രോൾ ചെയ്യുമെന്ന് പറയാൻ കൃത്യമായും കാരണമുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ അവർക്കൊരു പുതിയ ലീഡറിനെ, ഒരു പുതിയ നേതാവിനെ പോലും അവർക്ക് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഹിസ്ബുള്ളയ്ക്ക്. കാരണം അങ്ങനെ ഒരു പുതിയ നേതാവിന്റെ പേര് വന്നാൽ ആ നേതാവിനെ ഇസ്രായേൽ കൊലപ്പെടുത്തും. പലരും ഇപ്പോൾ അടുത്ത റോൾ എടുക്കാൻ കഴിയുമായിരുന്ന പലരെയും, അതായത് ഓൾറെഡി അവരുടെ ഇപ്പോഴത്തെ ലീഡർ മരിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തിന് ശേഷം അധികാരം എടുക്കാനായിട്ട് സാധ്യതയുണ്ടായിരുന്ന പലരെയും ഇതിനോടകം തന്നെ ഇസ്രായേൽ കൊലപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഹിസ്ബുള്ളയില് പൂർണ്ണമായിട്ടും കൺട്രോള് വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തുമെന്ന് ഉറപ്പായതിനു ശേഷമാണ് ഇസ്രായേൽ അവിടെ യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ അല്ല ഇസ്രായേലിന്റെ നീക്കങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, യുഎസിന്റെ ഫുൾ സപ്പോർട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങനെ എതിർപ്പൊക്കെ കാണിക്കുന്നെങ്കിലും നൈസായിട്ട് അവർ സപ്പോർട്ട് ചെയ്യണം. അതിന് ഈ മാപ്പിലേക്ക് നോക്കിയാൽ മതി, ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കൂ. മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അവരെപ്പോഴും ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മിലിറ്റന്റ് ഗ്രൂപ്പുകളിൽ നിന്നും സുരക്ഷിതമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. തുർക്കിയിൽ പോലും ഉണ്ടാവുന്ന മതപരമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ എർദോഗന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുന്ന ഒരു ഇസ്ലാമിക മൂവ്മെന്റിനെ ഭീതിയോടെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കാണുന്നത്. സോ അതുകൊണ്ട് അവര് ഇസ്രായേലിനെ ആക്ച്വലി ഇവിടെ യൂസ് ചെയ്യാണ്. ഇസ്രായേൽ എന്തായാലും ഇത് ചെയ്യും. അപ്പോൾ അവർക്കറിയാം അവരിനെ എതിർത്താലും സപ്പോർട്ട് ചെയ്താലും ഇസ്രായേൽ ഇത് ചെയ്യുമെന്ന്. അപ്പൊ നേരിട്ട് ഇവര് സപ്പോർട്ട് ചെയ്യാതെ രഹസ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് ഇത് ഒറ്റ കാര്യം എടുത്താൽ മതി, ഇസ്രായേലിന്റെ കോൺഫിഡൻസ്. രണ്ടാമത് യുഎസിന്റെ സപ്പോർട്ട്. യുഎസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ നാറ്റോ മെമ്പേഴ്സ് ആത്മാർത്ഥമായിട്ട് എതിർക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് യുഎസിന്റെ കൂടി പ്ലാൻ ആണ്. അതായത് യൂറോപ്പിനെ സുരക്ഷിതമാക്കുന്നതിന്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ യൂറോപ്പ് പൂർണ്ണമായി സുരക്ഷിതമല്ല. ഒരു വശത്ത് റഷ്യ കിടക്കാണ്. സോ ഈ ഭാഗത്തുണ്ടാവാനിടയുള്ള ഈ തീവ്രവാദ ആക്രമണങ്ങൾ ഇവർ ഭയപ്പെടുന്നുണ്ട്. പിന്നെ ഈ മതപരമായ കാരണങ്ങളുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ശക്തമാവുന്നു, അതേസമയത്ത് ക്രിസ്ത്യാനിറ്റി സ്വാഭാവികമായിട്ട് പോപ്പുലേഷൻ കുറയുന്നു, മതം മാറ്റം കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ ആ ഒരു ഭീതി കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായ മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ പല നീക്കങ്ങളും മിഡിൽ ഈസ്റ്റിൽ, അതും ഈ ഒരു ഭീതിയോടെയാണ് യൂറോപ്പ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിന്റെ ഈ പ്രവർത്തനങ്ങളെ അവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇസ്രായേൽ തീർച്ചയായിട്ടും മെഡിറ്ററേനിയൻ സീ ആണ് അവരുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഇപ്പുറത്തേക്ക് കിടക്കുന്ന തരിശായ പ്രദേശങ്ങൾ പിന്നെ അവർക്ക് എളുപ്പമാണ് കയറിപ്പോവാൻ. ആദ്യം ഈ കടൽ കൺട്രോൾ ചെയ്യുക, അതിനുശേഷം പതിയെ 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 കര അതിർത്തി എക്സ്പാൻഡ് ചെയ്യുക. ഇസ്രായേലിനെ പോലെ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യത്തിന് അത് എളുപ്പത്തിൽ സാധിക്കും. കാരണം സിറിയയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ലബനനിലോ ഇറാഖിലോ ഒന്നും തന്നെ ഈ പറയുന്ന പോലത്തെ വലിയ ശക്തമായ മിലിറ്ററി ഒന്നും ഇപ്പോഴില്ല. അത്രയല്ല, ഇപ്പൊ ജോർദാൻ തന്നെ സ്വാഭാവികമായിട്ട് അവരുടെ ഫോറിൻ മിനിസ്റ്റർ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. സോ അതൊന്നും ഇവിടെ വർക്കാവാൻ പോകുന്നില്ല. ഇസ്രായേൽ അവരുടെ നയങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. മാത്രമല്ല, ഇവർ ട്രേഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ ഇവിടെ ഒരു നിർണായകമായ ശക്തിയായിട്ട് മാറിക്കൊണ്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഉണ്ടാവുമ്പോൾ അവിടുത്തെ ട്രേഡ് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇസ്രായേലിനിവിടെ ഉണ്ട്. സോ അവരവരുടെ ലാൻഡ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. സോ അതിന് സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ സ്വയം ഇസ്രായേൽ തന്നെ ഈ യുദ്ധം നിർത്തുക എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആര് പറഞ്ഞാലും ആ രാജ്യം കേൾക്കുകയുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.